ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പുതിയൊരു പ്രൊജക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്ത് തീരുമ്പോഴത്തേക്കും, അതായത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കണ്ട ഉടനെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. കാരണം അത്രയ്ക്കും നമുക്ക് ടൈം വളരെ കുറവാണ്. സോ നമുക്ക് ആദ്യം പ്രൊജക്റ്റ് എന്താണെന്നുള്ളതിന് നോക്കി വരാം. സോ നമ്മളിന്ന് നോക്കുന്ന പ്രൊജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ ഡാക് ചെയിൻ ആണ്. ഡാക് ലാബ്സ് എന്ന ടെക്നോളജി ഡ്രിവൻ റിസർച്ച് കമ്പനി വികസിപ്പിച്ചെടുത്ത പുതിയൊരു ബ്ലോക്ക് ചെയിൻ പ്രൊജക്റ്റാണ് ഡാക് ക്വാണ്ടം ചെയിൻ. ഈ ഒരു പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്കേലബിലിറ്റി, സെക്യൂരിറ്റി, ഇൻ്റർഓപ്പറബിലിറ്റി എന്നിവ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഒരു നെക്സ്റ്റ് ജനറേഷൻ ബ്ലോക്ക് ചെയിൻ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുക എന്ന് തന്നെയാണ്. ഡാക് ക്വാണ്ടം ചെയിൻ എന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് ബ്ലോക്ക് ചെയിൻ സിസ്റ്റമാണ്. അതായത് ഒരു സിംഗിൾ അതോറിറ്റി ഇല്ലാതെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക്. ഒരു സ്മാർട്ട് കോൺട്രാക്ട് സപ്പോർട്ട് ചെയ്യുന്നതും ഡിജിറ്റൽ അസറ്റ്സ് മാനേജ് ചെയ്യുന്നതും ഫ്യൂച്ചർ റെഡിയായ ഒരു മോഡുലാർ ആർക്കിടെക്ചർ ഉപയോഗിക്കുന്നതുമാണ്. ക്വാണ്ടം എന്ന ടേം ഉപയോഗിക്കുന്നത് തന്നെ ഫ്യൂച്ചർ പ്രൂഫ് സെക്യൂരിറ്റിനെ സൂചിപ്പിക്കാനാണ്. ഈ എക്കോസിസ്റ്റത്തിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. ഡാക് കോയിൻ ആണ്. ഇത് നെറ്റ്വർക്കിൻ്റെ ഫ്യൂവലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എല്ലാ ട്രാൻസാക്ഷൻസും സ്മാർട്ട് കോൺട്രാക്ട് എക്സിക്യൂഷൻസും വാലിഡേറ്റഡ് റിവാർഡ്സിനും ഒക്കെ ഈ ഡാക് കോയിൻ ആവശ്യമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എതേറിയത്തിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഡാക് ചെയിനിൽ ഡാക് ആണ് പ്രധാന കറൻസി. അപ്പോൾ ഡാക് കോയിനോടൊപ്പം തന്നെ ഡാക് ടോക്കൺ എന്ന് പറഞ്ഞ മറ്റൊരു അസറ്റ് കൂടി ഇവർക്കുണ്ട്. ഇത് മെയിൻലി യൂട്ടിലിറ്റിക്കും ഗവേണൻസ് പർപ്പസിനുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസേഴ്സിന് സർവീസസ് ആക്സസ് ചെയ്യാനും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാനും ഗവേണൻസ് ഡിസിഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെയാണ് ഈ ഒരു ഡാക് ടോക്കന് ഉപയോഗിക്കുക. ഈ ഒരു പ്രൊജക്റ്റിൽ ഡുവൽ ടോക്കൺ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതായത് ഡാക് കോയിൻ നെറ്റ്വർക്ക് ഓപ്പറേഷൻസിനായിട്ട് ഉപയോഗിക്കുമ്പോൾ ഡാക് ടോക്കണ് ആപ്ലിക്കേഷൻ ലെവൽ ഫങ്ഷണാലിറ്റീസിനായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ സ്കേലബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. ഡാക് കോയിൻ കണ്ടിന്യൂസ് ആയിട്ട് മിൻറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഓരോ 5 സെക്കൻഡിനും ഒരു ബ്ലോക്ക് രൂപപ്പെടുന്ന രീതിയിലാണ്. അപ്പോൾ ഇത് നെറ്റ്വർക്ക് സ്മൂത്തായിട്ട് പ്രവർത്തിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ ലോ ട്രാൻസാക്ഷൻ ഫീസും ഫാസ്റ്റ് പ്രോസസ്സിങ്ങും ഒക്കെ ഇവരുടെ പ്രധാന ക്ലെയിംസുമാണ്. സോ മൊത്തത്തിൽ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡാക് ക്വാണ്ടം ചെയിൻ എന്ന് പറയുന്നത് ഒരു നല്ലൊരു പ്രൊജക്റ്റ് ആണെന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ നല്ലൊരു കൺസെപ്റ്റ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ ഇത് ഏർലി സ്റ്റേജ് പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിയൽ അഡോപ്ഷനും യൂസർ ബേസും എക്കോസിസ്റ്റം ഗ്രോത്തൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ മാത്രമേ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഇവരുടെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ അത് മാത്രം തൽക്കാലം നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ ഇനി എങ്ങനെയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി നിങ്ങൾ സൈറ്റിലേക്ക് കയറുക. അപ്പോൾ മുകളിലായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. സോ കണക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ആയിരിക്കും: പാസ് കീ, ഇമെയിൽ, വാലറ്റ്. ആസ് യൂഷ്വൽ നമ്മൾ വാലറ്റ് യൂസ് ചെയ്ത് തന്നെ കണക്ട് ചെയ്ത് തന്നാൽ മതി. സോ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക. അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ സ്റ്റാൻഡേർഡ് ഏർലി ബാഡ്ജ് എന്ന് പറഞ്ഞൊരു ബാഡ്ജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ നിങ്ങളതവിടെ ക്ലെയിം ചെയ്യണം. സോ ഇവിടെയാണ് ടൈമിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇനി 3 ദിവസമേ ഉള്ളൂ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് മുമ്പ് നമുക്ക് ഒരുപാട് എയർ ഡ്രോപ്പുകൾ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടും അതിൻ്റെ വീഡിയോ ചെയ്യാതെ ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യാനുള്ള റീസൺ ഇതാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഏർലി ബാഡ്ജ് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ക്ലെയിം ചെയ്യുക. ആ ഒരു ബാഡ്ജ് നിങ്ങൾ ക്ലെയിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഫോസെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് കാണാം ഫോസെറ്റ് എടുക്കുക. ഫോസെറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് 1 ഡാക്ക് വീതം ഡെയിലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അത് 8 hours കൂടുമ്പോഴാണ് നിങ്ങൾക്ക് 1 ഡാക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ 8 hours കൂടുമ്പോൾ നിങ്ങൾ 1 ഡാക്ക് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടെ ക്ലെയിം ചെയ്യണമെങ്കിൽ ആദ്യം ഇവരുടെ ട്വിറ്ററോ അല്ലെങ്കിൽ ഡിസ്കോഡോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കണം. സോ ആദ്യം നിങ്ങൾ നിങ്ങളുടെ ട്വിറ്റർ ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്യുക. ഞാൻ ഇവിടെ ട്വിറ്ററാണ് കണക്ട് ചെയ്യുന്നത്. സോ ട്വിറ്റർ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഫോസറ്റിൽ നിന്ന്. ദെൻ നിങ്ങൾക്ക് ആ ഒരു 1 ഡാക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓരോ 8 hours കൂടുമ്പോഴും ഇത് ക്ലെയിം ചെയ്യാനായിട്ട് മറക്കരുത്. മസ്റ്റായിട്ടും ക്ലെയിം ചെയ്യുക. ദെൻ നമുക്ക് തിരിച്ച് ഹോമിലേക്ക് തന്നെ പോകാം. ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഹോം എന്ന് പറഞ്ഞ ഓപ്ഷൻ. ജസ്റ്റ് ഹോം കൊടുക്കുക. ഹോമിലേക്ക് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ടാസ്കുകളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. സിമ്പിളാണ്. ജസ്റ്റ് അവരുടെ എക്സ് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡിസ്കോഡ് ലിങ്ക് ചെയ്യുക, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ടാസ്കുകളാണ്. ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട്
QE പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ കിട്ടുന്ന പോയിൻറ്റ്സ് QE പോയിൻറ്റ്സ് ആണ്. സോ QE പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ദെൻ അത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് QE പൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ജസ്റ്റ് അത് എടുക്കുക. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഡാക്ക് ബേൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് QE പോയിൻറ്റ്സ് നേടാവുന്നതാണ്. അതായത് ഒരു ഡാക്ക് ബേൺ ചെയ്താൽ നിങ്ങൾക്ക് 1000 QE പോയിൻറ്റ്സ് ആണ് ഇവിടെ ലഭിക്കുക. സോ 0.1 ആണ് നിങ്ങൾ ബേൺ ചെയ്യുന്നതെങ്കിൽ 100 QE പോയിൻറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബേൺ ചെയ്യുക. ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ നേരത്തെ ഇപ്പോൾ തൊട്ട് മുമ്പേ ആണ് ഈ ഒരു ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്തത്. സോ അതിനകത്ത് ക്രെഡിറ്റ് ആയിട്ടില്ല. ക്രെഡിറ്റ് ആയതിനു ശേഷമേ നമുക്കത് ബേൺ ചെയ്ത് കാണിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ജസ്റ്റ് ചെയ്തെന്നാൽ മതി. സോ നിങ്ങളിവിടെ എത്രയാണെന്ന് വെച്ചാൽ എമൗണ്ട് നിങ്ങൾ കൊടുക്കുക. 0.1 ഒക്കെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത്രയും കൊടുത്തുകൊണ്ട് നിങ്ങൾ ബേൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡാക്ക് ഇവിടെ സ്റ്റേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിങ്ങൾക്ക് അത് ഡിപ്പോസിറ്റ് ചെയ്യാം. സ്റ്റേക്കില്ല, അവിടെ ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിലൂടെ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഈ ബേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഫീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അവിടെ തൊട്ടടുത്തായിട്ട് ക്ലെയിം എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഭാവിയിൽ ബേൺ ചെയ്യുന്നതിൻ്റെ ഡാക്ക് ബേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഫീസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്താൽ മാത്രമേ സ്റ്റേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് അവിടെ ക്ലെയിം ചെയ്യാനായിട്ട് വരുള്ളൂ. സോ അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ക്വാണ്ടം ക്രേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനായിട്ട് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. അപ്പോൾ ക്വാണ്ടം ക്രേറ്റ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ഒരു ക്വാണ്ടം ക്രേറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്വാണ്ടം ക്രേറ്റ്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ 150 QE പോയിൻറ്റ്സ് കൊടുത്താൽ മാത്രമേ ഒരു ക്രേറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ക്രേറ്റ് ഓപ്പൺ ചെയ്താൽ എന്ത് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവർ കൊടുക്കുന്നുണ്ട് വിൻ ചാൻസസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ QE പ്രൈസ് തന്നെ നിങ്ങൾക്ക് ലഭിക്കാം, അതല്ലെങ്കിൽ ബൂസ്റ്റർ ലഭിക്കാം, അതും അല്ലെങ്കിൽ ഡാക്സ് നിങ്ങൾക്ക് ലഭിക്കാം, അതല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, empty ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നായിരിക്കും കിട്ടാനുള്ള ചാൻസസ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 5 എണ്ണം മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യണമെങ്കിൽ QE പോയിൻറ്റ്സ് കൊടുക്കുകയും വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും QE കൊടുക്കണമല്ലോ, വെറുതെ നമ്മൾ എന്തിനാ ദിവസം ഇത് ഓപ്പൺ ചെയ്യുന്നത് എന്ന് നിങ്ങൾ കരുതും. പക്ഷേ അങ്ങനെയല്ല, ഡെയിലി നിങ്ങളിത് ഓപ്പൺ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ QE പോയിൻറ്റ്സ് മാത്രമാണ് ഫ്യൂച്ചർ എയർ ഡ്രോപ്പ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഫ്യൂച്ചറിൽ അവർ എയർ ഡ്രോപ്പ് അല്ലെങ്കിൽ TG സമയത്ത് അവർ ക്രൈറ്റീരിയ കൊണ്ടുവരികയാണ്. ഇത്ര ക്രേറ്റ് ഓപ്പൺ ചെയ്തവർക്ക് അല്ലെങ്കിൽ ഇത്ര ബാഡ്ജസ് കളക്ട് ചെയ്തവർക്ക് മാത്രമേ എയർ ഡ്രോപ്പ് ഉള്ളൂ എന്നുള്ള രീതിയിലൊരു ക്രൈറ്റീരിയ അവർ കൊണ്ടുവരുവാണെങ്കിൽ അന്ന് നമ്മൾ അതിനെപ്പറ്റി ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. സോ ഇന്ന് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ഓരോ ക്രേറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴും ബാഡ്ജസോടെ നമുക്ക് ലഭിക്കും. അതായത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൈസ് എന്താണോ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടാൻ ചാൻസ് ഉള്ള അത് ഏതെങ്കിലും ഒന്ന് കിട്ടുന്നതിനോടൊപ്പം തന്നെ ബാഡ്ജസും കൂടെ നമുക്ക് അൺലോക്ക് ആവുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ ക്രേറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഡെയിലി 5 എണ്ണം മസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുക. പിന്നെ അതുപോലെ ബാഡ്ജസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ബാഡ്ജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ബാഡ്ജസ് എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ നിങ്ങൾക്ക് അൺലോക്ക് ആയ ബാഡ്ജസ് ഒക്കെ അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള QE പോയിൻറ്റ്സിനനുസരിച്ചിട്ട് ഓരോ റാങ്ക് നിങ്ങൾ അൺലോക്ക് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ ബാഡ്ജസ് ഓരോന്നോരോന്നായിട്ട് അൺലോക്ക് ആകും. അപ്പോൾ ഫസ്റ്റ് വൺ കേഡറ്റ് എന്ന് പറയുന്നത് ആൻഡ് അതുപോലെ തന്നെ കമാൻഡോ എന്ന് പറഞ്ഞ ബാഡ്ജും എനിക്ക് അൺലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് വേണമെങ്കിൽ ഇനി മിൻറ്റ് ചെയ്യാം. അപ്പോൾ മിൻറ്റ് NFT എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ മിൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡാക്ക് വേണം. 0.001 താഴെയായിട്ടൊരു ഫീ മതി. ആ ഒരു ഫീ നിങ്ങളവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അത്രയും ഡാക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്കത് മിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു സെക്ഷനോടെ കാണാം. മൈ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ റാങ്കും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ എത്ര QE പോയിൻറ്റ്സ് നേടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര ബാഡ്ജസ് കളക്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ സ്ട്രീക്ക് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ താഴേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ ടാസ്കുകളും ഉണ്ട്. ഓൺ ചെയിൻ ടാസ്കുകളും ഉണ്ട്, സോഷ്യൽ ടാസ്കുകളും ഉണ്ട്. 2 ടാസ്കുകളും അവിടെ കാണാം, ഓൺ ചെയിനും സോഷ്യലും. ഓക്കെ, അപ്പോൾ ഓൺ ചെയിൻ ടാസ്കുകളും
കുറേ ഉണ്ട്. ഓൺ ബോർഡിംഗ് ഉണ്ട്, ഫോസറ്റ് ടാസ്കുകളുണ്ട്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ട്രാൻസാക്ഷൻ്റെ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു വാലറ്റിലേക്ക്. അപ്പോൾ അതിന് വേറൊരു വാലറ്റ് അഡ്രസ്സ് യൂസ് ചെയ്യണം. സോ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ ആർക്കും അയക്കാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, വാലറ്റ് അഡ്രസ്സൊന്നും ഇല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പരിചയക്കാരുടെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാലറ്റ് അഡ്രസ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോൾഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്, സ്ട്രീക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓരോന്നായിട്ട് ശ്രദ്ധിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ സോഷ്യൽ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുക. സോഷ്യൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ടാസ്കുകൾ കാണാം. ജസ്റ്റ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അക്കൗണ്ട്സ് ലിങ്ക് ചെയ്യാനും അതുപോലെ തന്നെ റെഫറൽസ് വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എല്ലാ ടാസ്കുകളും ഇവിടെ കാണാം. ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അത് ഓരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം QE പോയിൻറ്റ്സ് ഒക്കെ നേടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ 8 hours കൂടുമ്പോൾ ഫോസറ്റിൽ നിന്ന് ഡാക്ക് ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം നല്ല രീതിയിൽ റാങ്കിൽ മുന്നോട്ട് വരാൻ തന്നെ ശ്രമിക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ പറയട്ടെ. നമ്മൾ ഹോം എടുക്കുമ്പം നിങ്ങൾക്കവിടെ സ്റ്റാൻഡേർഡ് ഏർലി ബാച്ചിന് താഴെയായിട്ട് ഡിസ്കോഡ് കമ്മ്യൂണിറ്റി QE എന്നും പറഞ്ഞൊരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇവിടെ റെഡീം QE എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനർത്ഥം ഡിസ്കോഡിലുള്ളവർക്കെല്ലാം ഇതിൽ നിന്ന് റെഡീം ചെയ്യാൻ പറ്റും എന്നുള്ളതല്ല. മറിച്ചിട്ട് ഇവർ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഫേസ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഡിസ്കോഡ് ത്രൂ അവർ 1-2 ആക്ടിവിറ്റീസ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്കാണ് ഇപ്പോൾ ഇതിൽ നിന്ന് റെഡീം ചെയ്യാനായിട്ട് സാധിക്കുക. സോ അന്ന് നമ്മൾ അത്ര അതിനകത്ത് ആക്റ്റീവ് അല്ലായിരുന്നു, അധികം എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അതർവൈസ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ നോക്കാനായിട്ട്, വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ. അപ്പോൾ മാക്സിമം QE പോയിൻറ്റ്സ് നേടുക. ഫോസറ്റിൽ നിന്ന് ഡെയിലി 8 hours കൂടുമ്പം ക്ലെയിം ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കഷൻ ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വരുന്നവരെ ബൈ ഗായ്സ്.